ഇനി നമുക്ക് ആ വ്യക്തിയുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ആ വ്യക്തി എന്ത് എനർജിയിലാണ്, നിങ്ങൾ ഈ ബന്ധത്തിൽ എന്ത് എനർജിയിലൂടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഒരു 6 കാർഡ് സ്പ്രെഡ് എടുത്ത് നമുക്ക് നോക്കാം. അൺലക്കി 5ന്റെ 2 കാർഡ്സ് നമുക്ക് ഈ സ്പ്രെഡിൽ വന്നിട്ടുണ്ട്. ആദ്യത്തെ 3 ഓഫ് സോർട്സ് എന്നാണ് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ കാർഡ് 5 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. മൂന്നാമത്തെ കാർഡ് ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജി. നാലാമത്തെ നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജി. അഞ്ചാമത്തെ കാർഡ് വന്നത് ഒരു ജസ്റ്റിസിന്റെ കാർഡും. ആറാമത്തെ കാർഡ് വന്നത് 5 ഓഫ് പെന്റക്കിളിന്റെ ഒന്ന് കാർഡും. അപ്പൊ ആദ്യത്തെ കാർഡ് 3 ഓഫ് സോർട്സ് ആണ്. 3 ഓഫ് സോർട്സ് പറയുന്നത് ആ വ്യക്തിയുടെ എനർജിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം ആ വ്യക്തി വളരെയധികം സങ്കടഘട്ടത്തിലാണെന്നാണ് കാണിക്കുന്നത്. 3 വാളുകൾ ഹൃദയത്തെ കുത്തിയാലുള്ള വേദന എന്താണ്? ആ വ്യക്തി അത്രയും വേദന അനുഭവിക്കുന്നുണ്ട്. ആ വ്യക്തി വളരെ വിഷമതയോടെയാണ് ഈ സാഹചര്യം കടന്നു പോകുന്നതെന്നാണ് ഒന്നാമത്തെ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ട്, വരാൻ പറ്റാത്ത സാഹചര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അടുപ്പിക്കാത്ത സാഹചര്യമാണ്. ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് 5 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. 5 ഓഫ് സോർട്സിന്റെ എനർജി എന്ന് പറയുമ്പം നമുക്ക് കാണാം ആ വ്യക്തിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് എനർജിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ മറക്കാൻ ആ വ്യക്തി സാധിക്കുന്നില്ല. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ജീവിതം കൊണ്ടോ സാഹചര്യം കൊണ്ടോ ഒരു റിലേഷൻഷിപ്പിലോ പോയ വ്യക്തിയാവും. പക്ഷെ ആ വ്യക്തിക്ക് തിരിച്ചു വരണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നതാണ് രണ്ടാമത്തെ കാർഡ് 5 ഓഫ് സോർട്സിൽ പറഞ്ഞു തരുന്നത്. ഇപ്പൊ മൂന്നാമത്തെ കാർഡ് ഇപ്പൊ 5 ഓഫ് സോർട്സിൽ ഈ വ്യക്തി ഈ 2 പേര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി വാളും എടുത്തുകൊണ്ട് നിൽക്കുകയാണെന്ന് കഴിഞ്ഞപ്പോ പുള്ളിക്ക് ഇനി ഇത് പറ്റില്ല എന്നൊരു തിങ്കിങ്ങിലാണ് പുള്ളി നിൽക്കുന്നത്. അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിൽ എനിക്ക് ഇത് വേണ്ട എന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അവിടെ വഴക്കുണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് രണ്ടാമത്തെ കാർഡ് പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ കാർഡ് ആയ ക്യൂൻ ഓഫ് വാൺസ് പറഞ്ഞു തരുന്നത് ഇപ്പൊ ഒരു റിലാക്സിയേഷൻ മോഡിലാണ് ആ വ്യക്തി പോകുന്നത്. പക്ഷെ ഒരു കൈകൊണ്ട് നിങ്ങളെ പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ബന്ധത്തിൽ നിന്ന് പോകരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ വ്യക്തി അവിടേക്ക് പോയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു പക്ഷത്ത് പിടിച്ചിട്ടുമുണ്ട്, അവിടുത്തെയുള്ള സിറ്റുവേഷനിൽ ആ വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ആ വ്യക്തി പിടിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു ഇമ്പോർട്ടൻസ് ഈ റിലേഷൻസിന് നൽകുന്നില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ പോയ സിറ്റുവേഷനിലേക്കാണ് വ്യക്തി കൂടുതൽ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. ഈ സിറ്റുവേഷനിലേക്ക് അധികം ശ്രദ്ധ തിരിക്കുന്നില്ല. പക്ഷെ നിങ്ങളെ വേണം എന്നൊരു തിങ്കിങ്ങിലാണ് ആ പുള്ളി അവിടെ പോയിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് റിലാക്സിയേഷൻ മോഡിലാണ് ആ വ്യക്തിയുടെ സാഹചര്യം എന്നാണ് കാണാൻ പറ്റുന്നത്. നാലാമത്തെ കാർഡ് പറഞ്ഞു തരുന്നത് നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജിയിലാണ്. അപ്പം നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പം എളുപ്പം വന്നെടുക്കണം എന്നൊരു തിങ്കിങ്ങിൽ ഇരിക്കുന്ന ഒരാളെയാണ്. എളുപ്പം ഈ കാര്യങ്ങളൊക്കെ തീർത്ത് എളുപ്പം എനിക്ക് ആ വ്യക്തിയിലേക്ക് ചെന്നെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി പിക്ചർ ശ്രദ്ധിച്ചാൽ അറിയാം, ഫാസ്റ്റായി ഈ വ്യക്തി ഈ ബന്ധത്തിലേക്ക് വന്നെടുക്കണം എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ കാര്യത്തിലേക്ക് വന്നെടുക്കണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അഞ്ചാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ജസ്റ്റിസിന്റെ കാർഡാണ്. ഒരു സ്പ്രെഡിൽ നമുക്ക് ജഡ്ജ്മെന്റോ ജസ്റ്റിസോ വന്നു കഴിഞ്ഞാൽ അത് മേജർ ആർക്കാനയിലെ കാർഡാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു പ്രപഞ്ച നിർണയമായ ഒരു റിലേഷൻ ആണ്. ഇതിനകത്ത് പ്രപഞ്ചമായിട്ടാണ് ഒരു സെപ്പറേഷൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വ്യക്തിയുടെ വില ആ വ്യക്തിക്ക് മനസ്സിലാവാനും ആ വ്യക്തിയുടെ വില ആ വ്യക്തിക്ക് മനസ്സിലാവാനും വേണ്ടി പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു സെപ്പറേഷൻ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.
അതിൽ നിന്ന് ഈ ബന്ധത്തിൽ ഒരു നീതി, പ്രപഞ്ചം തന്നെ ഒരു നീതി കൊണ്ടുവരും എന്നാണ് ജസ്റ്റിസ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായ ആ വ്യക്തി അകന്നു പോയതിലൊക്കെ ആ ആ ദൈവം ആ പ്രാർത്ഥന കേട്ടിട്ട് ഈ ബന്ധത്തിൽ ഒരു നീതി കൊണ്ടുവരും എന്നാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത്. ഒരു നീതി നടപ്പാക്കപ്പെടും എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 5 ഓഫ് കപ്പിന്റെ എനർജിയാണ്. ആരോരുമില്ലാതെ ഒരു ഏകാന്തനായോ കഴിയുന്ന ഒരാളുടെ എനർജിയാണ് 5 ഓഫ് കപ്പിൽ നമുക്ക് കാണുന്നത്. ആ വ്യക്തിക്ക് എല്ലാം ഉണ്ട്, എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ആ വ്യക്തി എന്തിനൊക്കെയോ ഓർത്ത് വിഷമിച്ചു നിൽക്കുന്നു. ഒരു സമ്പന്നനായ ഒരു വ്യക്തിയാണ്, പക്ഷെ ആ വ്യക്തിക്ക് എല്ലാം ഉണ്ടെങ്കിലും പോയ 3 കപ്പുകളെ ഓർത്ത് ആ വ്യക്തി വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ട് എന്നാണ് ഈ സ്പ്രെഡിൽ നമുക്ക് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മറിഞ്ഞു കിടക്കുന്ന കപ്പുകളെ ആ വ്യക്തി കാണുന്നുള്ളൂ. നമുക്ക് യൂണിവേഴ്സ് ആയിട്ട് പുറകിൽ നിന്ന് വേറൊരു കപ്പ് തരുന്നുണ്ട്. ആ കപ്പുകളെ ഒന്നും ശ്രദ്ധിക്കാതെ വളരെയധികം മനസ്സ് കലുഷിതമാക്കി സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളുടെ എനർജിയാണ് ഈ 5 ഓഫ് കപ്പ് എന്ന കാർഡ് പറഞ്ഞു തരുന്നത്. ഈ സ്പ്രെഡിൽ നമുക്ക് മിക്കവാറും വരുന്ന കാർഡാണ് 5 ഓഫ് കപ്പിന്റെ കാർഡ്. അപ്പം ഈ പ്രപഞ്ചം പുറകിൽ വെച്ചിരിക്കുന്ന ഈ 2 കപ്പ് കാണാതെ മുന്നിൽ പോയ കാലത്തെ ഓർത്ത് ദുഃഖിക്കുകയാണ് ഈ വ്യക്തി ചെയ്യുന്നത്. അപ്പൊ ഈ വ്യക്തിക്കൊരു ഇതിൽ നിന്നൊരു മാറ്റം വരണം. ഈ വ്യക്തി ഇതിൽ നിന്ന് തിരിഞ്ഞ് പ്രപഞ്ചം ഇങ്ങനെയാണ് അപ്പം എന്ന് പറയുമ്പം ഈ വ്യക്തി ഒരു ഹീലിംഗ് സ്റ്റേജിലാണ് ഇപ്പം സഞ്ചരിക്കുന്നത് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ കപ്പ് കാണണ്ടേ ആ വ്യക്തിയെ, അല്ലെങ്കിൽ എല്ലാ ജീവിതം മാറി മറിയും. അതുകൊണ്ട് പ്രപഞ്ചം ഈ വ്യക്തിയിൽ ഒരു ഹീലിംഗ് സ്റ്റേജ്, ഒരു സെപ്പറേഷനെ ക്രിയേറ്റ് ചെയ്തത് ഒരു ഹീലിംഗ് നടത്താൻ വേണ്ടിയാണ്. അപ്പൊ ആ ഹീലിംഗ് കഴിയുമ്പോൾ ആ വ്യക്തി ഈ ഏകാന്തതയിൽ നിന്നൊക്കെ പുറത്തു വരും എന്നാണ് ഈ സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ 5 ഓഫ് കപ്പിന്റെ എനർജിയിൽ നിന്ന് ഈ വ്യക്തി മാറി സഞ്ചരിക്കാൻ ആ ഹീലിംഗ് എല്ലാം നടന്നതിന് ശേഷമേ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലവരുടെ വ്യക്തികളൊക്കെ ഹീലിംഗ് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ഈ സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ചില വ്യക്തികൾക്ക് പ്രപഞ്ചമായിട്ട് തന്നെ ഒരു സെപ്പറേഷൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹീലിംഗ് സ്റ്റേജിലേക്ക് പോയവരുണ്ട്. ചിലവരുടേതൊക്കെ ആണെങ്കിൽ അകന്നു പോയവരാണ്. ചിലവർ ദുഃഖിക്കുന്നുണ്ട്, ചിലവർ വരാൻ ആശിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായതും ഈ എനർജി ലെവൽ മാച്ച് ആവുന്നവർക്ക് മാത്രം ഇത് റെസൊനേറ്റ് ആവുകയും ചെയ്യും. അവരവരുടെ കാര്യം അറിയണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്തെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ അവരവർ ഏത് എനർജിയിലാണെന്നും എന്ത് കാര്യങ്ങളാണ് വരുന്നതെന്നും പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തരുന്നു. താങ്ക് യു.